ഭയപ്പെടേണ്ട. തിരുപ്പിറവിയുടെ ഒരുക്ക ദിനങ്ങളിൽ നമ്മുടെ മനസ്സിൽ നിറയുന്ന ഒരു സദ്വാർത്ത ഭയപ്പെടേണ്ട എന്നതാണ്. ഈശോയുടെ ബാല്യകാലം വിവരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിലെല്ലാം ഒരേ ഒരു സദ്വാർത്തയെ നിറയുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭയപ്പെടേണ്ട എന്നതാണ്. സക്കറിയാസ് പുരോഹിതനെ ഓർത്തേ. ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് മാലാഖ പ്രത്യക്ഷപ്പെട്ട് സ്നാപകൻ്റെ ജനനം സംഭവിക്കും എന്ന സദ്വാർത്ത അറിയിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. ഇതേ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ചെന്നിട്ടും ഭയപ്പെടേണ്ട എന്ന് തന്നെ പറയുന്നു. നല്ല ഉറക്കത്തിലായിരുന്ന ഒരു പറ്റം ആട്ടിടയന്മാരെ വിളിച്ചുണർത്തിയിട്ട് ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്ത അവരെ അറിയിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന ആമുഖത്തോടു കൂടിയാണ്. ശരിക്കും ലോകത്തിൻ്റെ മുഴുവൻ ഭയങ്ങൾക്കും അഭയമായി മാറേണ്ടവൻ്റെ സദ്വാർത്തയുടെ കാമ്പായ സന്ദേശം ഭയപ്പെടേണ്ട എന്നതാകുന്നതിൽ യാതൊരു ആശ്ചര്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരിൽ എന്നു മുതലാണ് ഭയം ഉണ്ടായത്? പർദീസായിൽ ദൈവം മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യം അത് വാത്സല്യത്തിൻ്റെതായിരുന്നു. ആദം, നീ എവിടെ? പക്ഷേ മനുഷ്യൻ അത് കേട്ടത് അതിഭീതിയോടെയാണ്. അതുകൊണ്ടാണ് അവൻ മരങ്ങൾക്ക് പിറകിൽ ഒളിക്കുന്നത്. ദൈവഹിതകരമല്ലാത്തത് ഒരുവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ഭയമുണ്ടാകുന്നത് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ആ ഭയപ്പാടിൽ നിന്ന് മനുഷ്യനെ പുറത്തു കടത്താനാണ് യൂദയായിലെ മലഞ്ചെരുവിൽ ഒരു പുൽക്കൂട് ഒരുക്കപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ശരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭയങ്ങളൊക്കെ പ്രപഞ്ച സത്യവുമായുള്ള പ്രപഞ്ച ശക്തികളുമായുള്ള അന്തരത്തിൽ നിന്നായിരുന്നു. എല്ലാ പ്രപഞ്ച ശക്തികളും മനുഷ്യനെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ശാസ്ത്രം വികസിച്ചപ്പോൾ ആ വികസനത്തിൻ്റെ ഉപോൽപ്പന്നങ്ങൾ തന്നെ മനുഷ്യനിൽ വീണ്ടും ഭീതി നിറയ്ക്കുന്നു എന്നത് വിരോധാഭാസമായിട്ട് തുടങ്ങും. തീവ്രവാദവും പകർച്ചവ്യാധികളും യുദ്ധഭീഷണികളും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം മനുഷ്യനിൽ ഭയം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫ്രെഡറിക് നീഷയുടെ ഒരു നിരീക്ഷണമുണ്ടല്ലോ, അപരൻ നരകമാണ്. അതിൻ്റെ പിറകിൽ ഭയമെന്ന വികാരമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ശബ്ദായമാനമായ ഈ ദിനരാത്രങ്ങളിൽ ആരുടെയൊക്കെയോ ഭയത്തിൻ്റെ ചങ്കിടിപ്പ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾ ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് ഭയപ്പെടേണ്ട എന്ന സദ്വാർത്ത തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നർത്ഥം വരുന്ന പദമുണ്ട് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഒരു ദിവസം പോലും ഭയത്തിൻ്റെ നിഴലിൽ കഴിയാൻ ഒരു മനുഷ്യനും ഇടവരരുതേ എന്ന ഒരു നിർബന്ധം ഈ 365 എന്ന സംഖ്യ പുലർത്തുന്നില്ലേ? മനുഷ്യപുത്രൻ തന്നെ, പ്രത്യേകിച്ച് ഈശോ മിശിഹ അവൻ്റെ മനുഷ്യാവതാര കാലത്ത്, അവൻ്റെ പരസ്യജീവിത കാലത്ത് ശിഷ്യന്മാരോട് എത്ര പ്രാവശ്യമാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ ഈ ഭയപ്പെടേണ്ട എന്ന സദ്വാർത്തയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക എന്നതാണ് ഈ തിരുപ്പിറവിയുടെ കാലത്ത് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും വേണ്ടിയുള്ള മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്മസ്. ഈ സദ്വാർത്തയുടെ മർമ്മം ഭയം വേണ്ട എന്നാണ്. പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയുടെ ശാന്തമായ മുഖത്തേക്ക് ധ്യാനാത്മകമായി നോക്കുന്ന സകലരുടെയും എല്ലാ ഭയങ്ങളും അലിഞ്ഞില്ലാതാകും എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ സുഹൃതങ്ങൾ സ്വരുക്കൂട്ടുകയാണ്. മംഗളവാർത്തയുടെ ദിനങ്ങളിൽ നമ്മൾ നെയ്തെടുക്കുന്ന എല്ലാ സുഹൃതക്കൂട്ടുകളും നമ്മുടെ ഭയത്തോട് ചേർത്ത്, സകല ഭയങ്ങളോടും ചേർത്ത് അവൻ്റെ പാദാന്തികത്തിൽ കാഴ്ചവെച്ച് ഭയരഹിതരായി നിൽക്കാം.